എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ബിറ്റ്സർ കംപ്രസറിൻ്റെ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ ഓയിൽ കൺട്രോൾ വാൽവ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ പറ്റിയാണ്. ഇത് 3 കംപ്രസേഴ്സാണ്. ഇതതിൻ്റെ പ്രഷർ സ്വിച്ചുകളൊക്കെയാണ്. കപ്ലനർ എന്ന ബ്രാൻഡാണ് ഈ റാക്ക് സിസ്റ്റം. ഇത് മൈനസ് റേഞ്ച് സിസ്റ്റമാണ്. ഈ കാണുന്നത് ഇതിൻ്റെ HPLP സ്വിച്ചാണ്. ഇത് ഓരോരോ കംപ്രസറിനുള്ള ഇൻഡിവിജ്വൽ പ്രഷർ സ്വിച്ചുകളാണ്, ഹൈ പ്രഷർ സ്വിച്ചുകൾ. ഇത് ലോ പ്രഷറിൻ്റെ ട്രാൻസ്ഡ്യൂസറാണ്, അതിൻ്റെ ലോ പ്രഷറിൻ്റെ ഗേജ്. ഈ കാണുന്നത് ഹൈ പ്രഷറിൻ്റെ ട്രാൻസ്ഡ്യൂസറും അതിൻ്റെ ഗേജുമാണ്. ഇതാണ് കംപ്രസറിൻ്റെ ഓയിൽ പമ്പ്. താഴെ കാണുന്ന പോർട്ട് നമുക്ക് സെക്ഷൻ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനും, മുകളിലുള്ള ഈ പോർട്ട് നമുക്ക് ഓയിൽ പ്രഷർ എത്ര ചെക്ക് ചെയ്യാനെന്നുള്ള ഒരു വാൽവാണ്. നമുക്ക് അത് വെച്ചുള്ള ഡിഫറൻഷ്യൽ വെച്ചിട്ടാണ് നമുക്ക് എത്ര പ്രഷർ മെയിൻറ്റെയിൻ ആകുന്നുണ്ടെന്ന് അറിയുന്നത്. ഇപ്പോൾ കംപ്രസറിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റണ്ണിങ്ങിൽ ഒരു 35-40 ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ് കംപ്രസർ. ഈ സമയത്താണ് നമ്മൾ സെക്ഷൻ സൈഡ് ക്ലോസ് ചെയ്യണം. സെക്ഷൻ സൈഡ് ക്ലോസ് ചെയ്യുക ആദ്യം. റാക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ നോർമൽ കണ്ടൻസിങ് സിംഗിൾ യൂണിറ്റിൻ്റെ കാര്യമല്ല, റാക്ക് സിസ്റ്റത്തിൻ്റെ എങ്ങനെയാണ് ഇത് പമ്പ് ഡൗൺ ചെയ്ത് ഒരു ഗ്യാസ് പോലും പോകാതെ നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു സിസ്റ്റമാണ് പറയുന്നത്. ആദ്യം നമ്മൾ സെക്ഷൻ ക്ലോസ് ചെയ്യുക. സെക്ഷൻ ക്ലോസ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് വഴി ഓൾറെഡി ഈ റാക്കിലോട്ട് സിസ്റ്റത്തിലോട്ട് ഈ ഗ്യാസ് മൊത്തം പമ്പ് ചെയ്ത് പുറത്തോട്ട് പോകും. പുറത്തോട്ട് പോയി കഴിഞ്ഞ ശേഷം നമ്മൾ ഗേജിൽ ചെക്ക് ചെയ്യുക എത്ര പ്രഷറാണ്. ഇപ്പോൾ ഓൾറെഡി പ്രഷർ ഇല്ല സിസ്റ്റത്തിനകത്ത്, കംപ്രസറിനകത്ത് പ്രഷർ ഇല്ല. ആ പ്രഷറെല്ലാം, ആ ഒരു ഗ്യാസ് എല്ലാം ലൈനിലോട്ട് ഓൾറെഡി കയറിപ്പോയി. പ്രഷർ കുറഞ്ഞ ശേഷം നമ്മൾ പെട്ടെന്ന് ഡിസ്ചാർജ് വാൽവ് ക്ലോസ് ചെയ്യുന്നു. അത് ക്ലോസ് ചെയ്യുക, കുറച്ച് ഫാസ്റ്റായിട്ട് ക്ലോസ് ചെയ്യുക. നമ്മൾ 3ാമത്തെ കംപ്രസറാണ് ചെയ്യുന്നത്. അപ്പം 3ാമത്തെ കംപ്രസറിൻ്റെ ബ്രേക്കർ പെട്ടെന്ന് ഓഫ് ചെയ്യുക. ഇത് ഒരു ഓയിൽ കൺട്രോൾ വാൽവാണ്. നമ്മുടെ കംപ്രസറിൽ എത്ര ഓയിലാണ് വേണ്ടത് മെയിൻറ്റെയിൻ ചെയ്ത് ടോപ്പപ്പ് ചെയ്യുന്നൊരു വാൽവാണിത്, ഓയിൽ കൺട്രോൾ വാൽവ്. അപ്പോൾ ഈ വാൽവിൻ്റെ സോളിനോട് നമ്മൾ അഴിച്ചു വെക്കുക. അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ താഴെയായിട്ടൊരു വാൽവുണ്ട്, അത് ക്ലോസ് ചെയ്ത് വെക്കുക. ഇത് രണ്ടേതിൽ നമുക്ക് അതിൻ്റെ സോളിനോട് തൽക്കാലം ഇപ്പോൾ ഊരി വെക്കാം. അല്ലെങ്കിൽ ഈ ഓയിൽ റിട്ടേൺ തിരിച്ചതിനകത്തോട്ട് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഓയിൽ റിട്ടേൺ അതിലോട്ട് കയറി പോകും. അത് നമ്മൾ ഓഫ് ആക്കാത്തോട്ടുള്ള കാര്യമാണ്. ഓഫ് ആക്കിയിടുവാണെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ പതുക്കെ ഇലങ്കി അഴിച്ചെടുത്തിട്ട്, അല്ലെങ്കിൽ ആ ബോൾട്ട് അഴിച്ചെടുത്ത് സ്ലോലി അഴിച്ചെടുക്കുക. ചിലപ്പം സംടൈം ഇച്ചിരി പ്രഷറൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ആ ഓയിലൊക്കെ ബോയിലായി നിൽക്കുമായിരിക്കും. ആ ബോയിലായി നിൽക്കുമ്പോൾ ഒരു ചെറിയ പ്രഷറൊക്കെ അതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് പതുക്കെ അഴിച്ചെടുക്കുക. നമുക്ക് അതിൻ്റെ അടിയിൽ മറ്റേ ബോട്ടിലോ അല്ലെങ്കിൽ ചെറിയ ബാസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ, അത് കയറ്റി വെക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പ്ലാസ്റ്റിക് കവറാണ് അത് വെച്ചിരിക്കുന്നത്. ആ ഒരു ഭയങ്കര ലോ ലെവലിലാണ് അവർ ചെയ്തിരിക്കുന്ന സിസ്റ്റം. അതുകൊണ്ട് നമുക്കൊന്നും അതിൽ കയറില്ല. അതുകൊണ്ട് ജസ്റ്റ് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ആ ഓയിൽ നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ പുറത്ത് എടുക്കുമ്പോൾ അതിനകത്ത് സ്പ്രിങ് കാണും. സ്പ്രിങ്ങും പിന്നെ നമുക്കുള്ളത് അതിനകത്ത് സ്റ്റെയിനറാണ്. ആ സ്പ്രിങ് ഇരിക്കുന്ന ഭാഗത്ത് ഒരു മുകളിലോട്ടൊരു ഹോളുണ്ട്. ആ ഹോൾ വഴിയാണ് നമുക്ക് ഷാഫ്റ്റിനകത്തോട്ട് ഓയിൽ പമ്പ് പമ്പ് ചെയ്ത് ഷാഫ്റ്റിനകത്തോട്ട് ഓയിൽ, പിസ്റ്റണിനകത്തോട്ടെല്ലാം ഓയിൽ പമ്പ് ചെയ്ത് വിടുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഓയിൽ പ്രഷർ, പിന്നെ സ്റ്റെയിനർ, ഓയിലിൻ്റെ ഡെൻസിറ്റി എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. മെയിനായിട്ട് പിസ്റ്റൺ സൈഡ് എല്ലാം ഡാമേജ് ആകാൻ കാരണം ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യാതെ വിടുന്നതാണ്. ഓയിൽ ചെക്ക് ചെയ്യുക, ഓയിലിൻ്റെ പ്രഷർ നോക്കുക, സ്റ്റെയിനർ ക്ലീൻ ആണോ നോക്കുക. ഇതെല്ലാം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്താൽ ഒരു പരിധി വരെ കംപ്രസറിൻ്റെ മെക്കാനിക്കൽ ഇഷ്യൂസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഓയിൽ കൺട്രോൾ വാൽവ്. ഇത് കാണുന്ന 3 ഇൻഡിക്കേഷൻ ലാമ്പ് കാണുന്നില്ലേ, ഇതിനകത്തിൽ റെഡ് കാണുന്നതാണ് അലാം, മീൻസ് ഓയിൽ ഇല്ല എന്നുള്ളതാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫില്ലിങ്ങിൻ്റെ ആണ്. സെക്കൻഡ് മീൻസ് യെല്ലോ കളർ ഫില്ലിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ ലാമ്പാണ്. പിന്നെ തേർഡ് കാണുന്നത് ഗ്രീൻ കളർ, അത് ഓയിൽ ഓക്കെ എന്നുള്ളൊരു സിമ്പിളാണ്. ഇപ്പം ഗ്രീൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നില്ല, കത്തുന്നില്ല, കാരണം വെച്ചാൽ അലാമാണിപ്പം.
ഈ റെഡും യെല്ലോയും, യെല്ലോ മീൻസ് വാണിംഗ് എന്നുള്ള ഒരു ഇതാണ്, റെഡ് മീൻസ് അലാമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റെയിനർ പുറത്തെടുത്ത് ക്ലീൻ ചെയ്ത ശേഷം അത് പറഞ്ഞുതരാം എങ്ങനെ അതിൻ്റെ ഇൻഡിക്കേഷൻ ആ ഒരു ഫങ്ഷനായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓയിൽ സ്റ്റെയിനർ എടുത്തിട്ട് അത് നമ്മൾ ക്ലീൻ ചെയ്യണം. ഡേർട്ടി ആണ് ഓയിൽ. ഇപ്പം നമ്മൾ ആ ഓയിൽ കൺട്രോൾ വാൽവിൻ്റെ സോളിലോടൊന്ന് കണക്ട് ചെയ്യാന്ന് വെച്ചോ. ആ ഒരു ലൈനിൽ ആ ഒരു റിസീവർ ഉണ്ട്, ഓയിൽ റിസീവർ ടാങ്കിൽ നിന്നുള്ള ഓയിൽ നമുക്കിങ്ങനെ പുറത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യുക. സോളിനോടിൻ്റെ ആ ഒരു വയറുണ്ട്, ക്ലിപ്പ് വയർ, ആ കണക്ടർ, അത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്യാസും ആ ഒരു ഓയിലുമായിട്ട് അതിൽ കൂടെ റിട്ടേൺ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു അതിനകത്ത് കിടക്കുന്ന ഓയിലും ആ സിസ്റ്റത്തിൽ കിടക്കുന്ന ആ ഒരു ലൈനിൽ കിടക്കുന്ന ഓയിലെല്ലാം ഇറങ്ങി പെട്ടെന്ന് വരും. അപ്പോൾ ഒരുപാട് നേരം കണക്ട് ചെയ്യാൻ പറ്റില്ല, ഗ്യാസും കുറയും അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡേർട്ടി ആയിട്ടുള്ള ഓയിലെല്ലാം നമ്മൾ കളയുക. അപ്പോൾ നമുക്ക് തിരിച്ച് ഓയിൽ കൺട്രോൾ വാൽവിൻ്റെ വർക്കിംഗ് സിസ്റ്റത്തിലേക്ക് നമുക്ക് വരാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് മനസ്സിലായല്ലോ. റെഡ് എന്ന് പറഞ്ഞാൽ അലാമാണ്, യെല്ലോ വാണിംഗ് അല്ലെങ്കിൽ ഫില്ലിങ്, ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഓയിൽ ഓക്കെ എന്നുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാദ്യം ഇത് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കംപ്രസറിൻ്റെ ഡിസ്ചാർജ് എല്ലാ ഈ റാക്ക് സിസ്റ്റത്തിലെ ഡിസ്ചാർജ് എല്ലാം കണക്റ്റഡ് ആയിരിക്കും. അതിനൊരു ഹെഡർ കാണും. ആ ഹെഡറിലോട്ട് ഈ ഡിസ്ചാർജ് ലൈനെല്ലാം കണക്റ്റഡ് ആവും എല്ലാ കംപ്രസറിൻ്റെയും. ഇപ്പോൾ 3 കംപ്രസറുണ്ട്. 3 കംപ്രസറിൻ്റെയും ഹെഡർ ലൈൻ, ഡിസ്ചാർജ് ലൈൻ മെയിൻ ഹെഡറിലോട്ട് കണക്ട് ചെയ്തിരിക്കും. ഈ ഹെഡർ ആ ഒരു ലൈനാണിത്, ഈ ഹെഡർ ലൈനാണിത്. ഈ ഹെഡർ ലൈൻ നേരെ 3 കംപ്രസറിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ ഹെഡർ ലൈൻ നേരെ ഇതിനകത്തൊരു ഓയിൽ സെപ്പറേറ്റ് ഒരു സിസ്റ്റം ഉണ്ട്, ഓയിൽ സെപ്പറേറ്റർ എന്നാണ് എൻ്റെ പേര്. ഓയിൽ ഇതിൽ നിന്ന് നേരെ അതിൽ കണക്ട് ചെയ്തിട്ട് ഔട്ട് നേരെ ഡിസ്ചാർജ് കണ്ടൻസറിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഓയിൽ അവിടെ ട്രാപ്പ് ചെയ്തിടാൻ വേണ്ടി ഓയിൽ സെപ്പറേറ്റർ ഉണ്ട് അവിടെ. ആ ഓയിൽ സെപ്പറേറ്റർ ആ ഒരു ചെറിയ ഒരു വാൽവ് കണക്ട് ട്യൂബ് ഉണ്ടല്ലേ, ആ ഓറഞ്ച് ട്യൂബിലൂടെ ഇതിനകത്ത് ഫില്ലാകുന്ന ആ കംപ്രസറിൻ്റെ ഡിസ്ചാർജിലൂടെ വരുന്ന ആ ഒരു ഓയിൽ അവിടെ ട്രാപ്പായിട്ട് ആ ട്രാപ്പ് ചെയ്ത ഓയിൽ നേരെ നമുക്ക് വരുന്നത് ഈ ഓയിൽ റിസീവർ ടാങ്കിനകത്തോട്ട് ഫില്ലാവുകയാണ്. ഓക്കെ, ഈ ഓയിൽ റിസീവർ ടാങ്കിൽ അതിനകത്ത് ആ ഒരു ബോൾ നമുക്ക് ചെക്ക് ചെയ്ത് അറിയാം. ഇത് സൈറ്റ് ഗ്ലാസ് ഉണ്ട്, അത് നമുക്ക് ലെവൽ അറിയാൻ പറ്റും. ലോ ലെവൽ ഫുള്ളാണ് അതിനകത്തിൽ. അപ്പം ആ ലോ ലെവൽ ഫുള്ളാണ്. അപ്പോൾ ഒരു ടാങ്കിൻ്റെ പകുതിയോളം ഓയിൽ വന്ന് നിറഞ്ഞ് കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഈ കംപ്രസറിൻ്റെ ഡിസ്ചാർജ് വഴി പോകുന്ന ഓയിലാണിത്. ഓക്കെ, മുകളിലത്തെ ആ ഒരു സൈറ്റ് ഗ്ലാസ് എത്തിയിട്ടില്ല അവിടം വരെ, പക്ഷേ ഓൾമോസ്റ്റ് പകുതി ഉണ്ട്. നമുക്കത് മതിയാവും. അതിനകത്ത് എപ്പോഴും ഓയിൽ വേണം മെയിൻറ്റെയിൻ ആകാനായിട്ട്. ഇൻ കേസ് അതിനകത്ത് ഓയില്ലെങ്കിൽ നമ്മളൊരു ലോ ലെവൽ വരെ നമുക്ക് പമ്പ് ചെയ്ത് ഫില്ല് ചെയ്തിടുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ആ ഒരു ലൈൻ നമുക്കിപ്പോൾ ഈ ഓറഞ്ച് ലൈൻ കണ്ടില്ലേ, 3 കംപ്രസറിലോട്ടും ഇൻഡിവിജ്വലായിട്ട് അവർ നമ്മുടെ ഓയിൽ കൺട്രോൾ വാൽവിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കംപ്രസറിലാണോ ഓയിൽ കുറവ്, അപ്പോൾ അതിലോട്ട് ആ ഓയിൽ കൺട്രോൾ വാൽവ് അത് സെൻസ് ചെയ്തിട്ട് അതിലോട്ട് അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓയിൽ വരാനില്ല എന്നുണ്ടെങ്കിൽ, ഓയിൽ നമ്മുടെ ലെവൽ കുറയുവാണെങ്കിൽ അപ്പോൾ റെഡ് ലൈറ്റ് കത്തും. ഫില്ലിങ് ആണെങ്കിൽ ഓറഞ്ച് ലൈറ്റ് കത്തും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം എങ്ങനെയാണത് ആ ഒരു കറക്റ്റായിട്ടത് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SL32 ആണ്. SL32 404 ഗ്യാസിന് SL32 യൂസ് ചെയ്യാം. അപ്പോൾ SL32 ഓയിലാണ് നമ്മളിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് സ്റ്റെയിനറെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. സ്റ്റെയിനർ ആദ്യം ഇട്ട ശേഷം അതിൻ്റെ ഒരു സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ് കയറ്റിയിടുക. അപ്പോൾ നമുക്ക് അതിനകത്തിലെ ആ ഒരു എലങ്കി ടൈപ്പിലെ ആ ഒരു ബോൾട്ട് കണ്ടില്ലേ, ആ ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാഗ്നറ്റിക് ഒരു പവർ ഉണ്ട് ആ ഒരു ബോൾട്ടിന്. ഇതൊരു മാഗ്നറ്റാണ് അതിനകത്തിരിക്കുന്നത്. അതെന്തിനാണ് വെച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് പീസുകൾ ഈ സിസ്റ്റത്തിൽ കൂടെ വരുവാണെങ്കിൽ, എന്തെങ്കിലും മെറ്റൽ പീസ് പൊട്ടുവോ അല്ലെങ്കിൽ നമ്മുടെ കംപ്രസറിൻ്റെ ഹെഡിലുള്ള റീഡ്സ് വല്ലതും പൊട്ടുവോ അങ്ങനെ വല്ലതും ചെയ്യുന്ന സമയത്ത് ആ മാഗ്നറ്റിൽ അത് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്, അത് മുകളിലോട്ട് പമ്പ് ചെയ്ത് പമ്പിനകത്ത് പോയി അത് ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മാഗ്നറ്റ് അതിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ?
അപ്പോൾ നമുക്ക് തിരിച്ച് സ്റ്റെയിനർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്പ്രിങ്ങും ബോൾട്ടൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് അത് പിന്നീട് നമുക്ക് ലീക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് ഒറ്റ വട്ടം ടൈറ്റ് ചെയ്ത് തന്നെ അത് ലീക്കൊന്നും ഉണ്ടാകത്തില്ല. അതിൻ്റെ ഒരു ഗ്രൂവ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് അത് ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്കൊന്നും ഉണ്ടാകാൻ 100% ചാൻസ് ഇല്ല. ഇപ്പം നമുക്ക് ഓയിൽ ടോപ്പപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഓയിൽ പമ്പ്. ഓയിൽ പമ്പ് നമ്മൾ അതിലോട്ട് ഇറക്കി വെച്ചിട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ താഴത്തെ സെക്ഷൻ സൈഡ് വഴി നമുക്ക് പമ്പ് ചെയ്ത് ഓയിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ആ ഒരു ഓയിൽ കൺട്രോൾ വാൽവിൻ്റെ ഇൻഡിക്കേഷൻ എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ലെവൽ കണ്ടോ, ആ ലെവൽ ഇങ്ങനെ പതുക്കെ 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 കൂടി വരുന്നുണ്ടോ ആ താഴത്തെ ആ ഒരു ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതെ ഒരു ലിമിറ്റിന് മേളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഒരു റെഡ് ഓഫായി, ഗ്രീൻ ഓക്കെ എന്നുള്ളൊരു ഇതും വന്നിട്ടുണ്ട്. ആ ഫില്ലിങ്ങിൻ്റെ ആ ഒരു ഇതും ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, ഓറഞ്ച്. ഇപ്പോൾ അത് കറക്റ്റ് ഫില്ലായി കഴിയുമ്പം ആ ഓറഞ്ച് അങ്ങ് ഓഫാവും. ഇപ്പോൾ സോളിനോട് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് സോളിനോടിൻ്റെ പവർ സപ്ലൈ കൊടുക്കുമ്പോഴത്തേന് കറക്റ്റ് ആ ഒരു ഓയിൽ റിട്ടേൺ കയറി വന്ന് അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ആയി ആ ഒരു ഓറഞ്ച് ലൈറ്റ്, ഫില്ലിങ്ങിൻ്റെ ഓറഞ്ച് ലൈറ്റ് ഓഫാവും. ഇപ്പം നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇപ്പോൾ വന്നിട്ട് എന്ത് പറ്റി, ജസ്റ്റ് ആ ഓയിലിൻ്റെ ലെവൽ ഓക്കെ ആയി. റെഡ് ഇൻഡിക്കേഷൻ മീൻസ് ഓയിൽ ഓക്കെ എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് അത്. അങ്ങനെയാണ് ഈ ഓയിൽ കൺട്രോൾ വാൽവിൻ്റെ ഒരു പ്രത്യേകത. മീൻസ് അതിൻ്റെ ഒരു നല്ലൊരു സിസ്റ്റമാണ്. കാര്യം ചില സിസ്റ്റത്തിലൊക്കെ ഓയിൽ കുറഞ്ഞ് കംപ്രസർ ഓഫായി പോകാറുണ്ട്. ഓയിൽ ലെവൽ ചില എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഓയിൽ കുറവാന്ന് വെച്ച് പ്രഷർ ട്രിപ്പാന്ന് ചിലപ്പോൾ ബൈപ്പാസ് ചെയ്തൊക്കെ വെക്കും. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കംപ്രസറിൻ്റെ ഓയിൽ പ്രഷർ കുറയാന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് അത് റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കംപ്രസറിന് നല്ല വില കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിനായിട്ട് ഈ ഓയിലിൻ്റെ ഇതാണ്, ഓയിലിൻ്റെ പ്രശ്നത്തിലാണ് മെക്കാനിക്കൽ ഇഷ്യൂ ഉണ്ടാകുന്നതും പിസ്റ്റണും എല്ലാം പൊട്ടി തകർന്നു പോകുന്നതൊക്കെ ഈ ഓയിൽ കറക്റ്റായിട്ട് പിസ്റ്റണിലും ക്രാങ്ക് ഷാഫ്റ്റ് അതിലൊക്കെ കിട്ടാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ വാക്യൂം എല്ലാം ചെയ്തു. വാക്യൂം എല്ലാം ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ സെക്ഷൻ വാൽവ് ഓപ്പൺ ചെയ്യുകയാണ്. സെക്ഷൻ വാൽവ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡിസ്ചാർജ് ഓപ്പൺ ചെയ്യുന്നു, കംപ്രസർ റൺ ചെയ്യുന്നു. ഇത്രയാണ് ഇതിൻ്റെ നമ്മൾ ചെയ്യുന്ന ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തുള്ളി ഗ്യാസ് പോലും നഷ്ടപ്പെടില്ല. കറക്റ്റായിട്ട് സിസ്റ്റം വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ഐസൊലേറ്റർ ഓൺ ചെയ്യുക. ഇറ്റ്സ് വർക്കിംഗ് നോർമൽ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.